വിവാദങ്ങൾക്കിടയിലെ ആദ്യ പ്രതികരണത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഷാഫി പറമ്പിലിന്റെ പൂർണ്ണ പിന്തുണ. രാഹുലിനെതിരെ നിയമപരമായി ഒരു പരാതിയും ലഭിച്ചില്ലെന്ന് ഷാഫിയുടെ ന്യായീകരണം. ആരോപണം ഉയർന്ന ഉടൻ തന്നെ രാഹുൽ രാജിവെച്ച് ധാർമ്മികത പുലർത്തി. ബീഹാറിലേക്ക് മുങ്ങിയതല്ല, പാർട്ടി കാര്യത്തിനായി പോയതെന്നും വിശദീകരണം. കോൺഗ്രസ് നല്ലൊരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ രാജി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ചെയ്യാൻ കഴിയാവുന്ന പിന്നെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം തന്നെയാണ്, ധാർമ്മികമായിട്ട് ഏറ്റെടുത്തിട്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ KPC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, മറ്റ് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളും അതിനകത്ത് ഒരു തീരുമാനം ആ തരത്തിൽ തന്നെയാണല്ലോ എടുത്തിട്ടുള്ളത്. അയാൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അയാൾ രാജിവെച്ചല്ലോ ഇങ്ങനൊരു ആരോപണ പരിസരത്തിൽ. അതൊരു സ്റ്റെപ്പ് തന്നെയാണല്ലോ, അത് നിങ്ങൾ അംഗീകരിക്കൂ. രതീഷ് വാസുദേവനുണ്ട് വിവരങ്ങളുമായി. രതീഷ്, ഇത്ര കഴിഞ്ഞ് ഇന്നാണ് ഷാഫി പറമ്പിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം അതിലും രാഹുലിനെ എതിർക്കുന്നില്ല, രാഹുലിനെ കുറ്റാരോപിതനാക്കുന്നില്ല. ആരോപണം ഉയർന്ന ഉടൻ തന്നെ രാഹുൽ രാജിവെച്ച് ധാർമ്മികത പുലർത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഷാഫി പറമ്പിൽ അവിടെ വിശദീകരിച്ചത്? വിവരങ്ങൾ. അഖില, വളരെ ദുർബലമാണ് ഷാഫിയുടെയും പ്രതികരണമെന്ന് നമുക്ക് നോക്കിയാൽ നിരീക്ഷിച്ചാൽ മനസ്സിലാവും. കാരണം നേരത്തെ തന്നെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുന്നുണ്ട്, സാങ്കേതികമായ പ്രതിരോധം ഉയർത്തുന്നുണ്ട്, നിയമപരമായി കേസുണ്ടോ, FIR ഉണ്ടോ എന്നൊക്കെയുണ്ട്. അത് ആവർത്തിക്കുക മാത്രമാണ് ഷാഫിയും ചെയ്യുന്നത്. കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയവും രാഹുലിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലെത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം വലിയ ആശങ്ക, തെരഞ്ഞെടുപ്പിലേക്കൊക്കെ തന്നെ ഇത് പ്രധാന ഇനമായി മാറുമെന്ന് തന്നെ എല്ലാ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആശങ്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ മാധ്യമങ്ങളെ ഉൾപ്പെടെ പ്രതിരോധിക്കാൻ ഈ സാങ്കേതികത്വം പറയുക എന്ന് മാത്രമാണ് ഷാഫി ഇവിടെയും പറഞ്ഞത്. അനാവശ്യമായി കോൺഗ്രസിനെ തകർക്കാൻ ഭരണമുന്നണിയോടൊപ്പം നിന്ന് CPM-നോടൊപ്പം നിന്ന് ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസിനെ വേട്ടയാടുകയാണ് എന്ന പ്രതിരോധം ഉയർത്തുകയാണ് ഷാഫി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത് ദുർബലമാണെന്ന് വ്യക്തമാണ്. കാരണം നിയമപരമായ ധാർമ്മികതയൊക്കെ CPM ആണ് ഇത്തരത്തിൽ, CPM-ൻ്റെ ഏതെങ്കിലും പ്രതിനിധിയാണ് ഇത്തരത്തിൽ രാജിവെച്ചിരുന്നെങ്കിൽ വലിയ ധാർമ്മികതയുടെ കൊടിയടയാളം എന്നൊക്കെ പറയും. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ട് രാഹുലിൻ്റെ അത്തരത്തിലൊന്നും ആരും പറയുന്നില്ല എന്നൊക്കെ പറയുന്ന വളരെ ദുർബലമായ ന്യായീകരണങ്ങളാണ്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലായി എന്ന് ഉറപ്പാണ്. കാരണം ഷാഫി രാഹുലിൻ്റെ സൗഹൃദത്തിൽ എന്തുകൊണ്ട് ഇത്രയും നാൾ ഒരു തരത്തിലും ഒരു ഇടപെടൽ നടത്താത്ത, ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്താത്ത എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, വന്ന ഉടൻ തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ് ഉണ്ടായതെന്നാണ് വിശദീകരിക്കുന്നതെങ്കിലും മാധ്യമങ്ങൾ ഉൾപ്പെടെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ആദ്യഘട്ടത്തിൽ ഷാഫി ഉയർത്തിയത്. താൻ ഒളിച്ചോടിയിട്ടില്ല, ബീഹാറിലേക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിനായി പോയതാണ്, വളരെ നിർണായകമായ ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തനമാണ് ബീഹാറിൽ നടക്കുന്നത്, അത് അറിയാത്തവരല്ല കേരളത്തിലെ രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ നൽകിയത്.